യേശു കർത്താവ് നിങ്ങളോട് പറയുകയാണ്, ഐ വിൽ ഹെൽപ്പ് യു. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. എൻ്റെ നീതിയുള്ള വലങ്കരം താങ്ങും, എൻ്റെ നീതിയുള്ള വലങ്കരം നിന്നെ താങ്ങും. യേശു നിങ്ങളോട് ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞാൽ അവനെ സഹായിക്കാൻ കഴിയുന്നവനാണ്. ഞാൻ നിന്നെ ശക്തീകരിക്കുമെന്ന് പറഞ്ഞാൽ അവൻ ശക്തീകരിക്കാൻ കഴിയുന്നവനാണ്. ഞാൻ നിനക്ക് വഴി തുറക്കുമെന്ന് പറഞ്ഞാൽ അവൻ വഴി തുറക്കാൻ കഴിയുന്നവനാണ്. നിങ്ങൾ വിശ്വസിക്കേണ്ടത് നിങ്ങളുടെ ചിന്തയിൽ നിങ്ങൾ തന്നെ കേൾക്കുന്ന ശബ്ദങ്ങളല്ല. നിങ്ങൾ വിശ്വസിക്കേണ്ടത് നാട്ടുകാരും സോഷ്യൽ മീഡിയക്കാരനും പറയുന്ന വാക്കുകളല്ല. നീ വിശ്വസിക്കേണ്ടത് നിന്റെ ദൈവം നിന്നോട് പറഞ്ഞ വാക്കുകളിലാണ്. പാസ്റ്ററിന്റെ മീറ്റിംഗിനിടയിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ സഹോദരി പ്രാർത്ഥിച്ചപ്പോൾ ചെസ്റ്റിനുള്ള ഒരു മുഴ ഡിസപ്പിയർ ആയെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ you have the tumor there. മുഴയുണ്ടായിരുന്നോ? ചെസ്റ്റ് നല്ല വലുതാ, വലിയ മുഴയുണ്ടായിരുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ ഞാൻ റൂമിൽ പോയിട്ട് ചെക്ക് ചെയ്തു. അത് മാറിയെന്ന് എങ്ങനെ മനസ്സിലായേ? വീട്ടിൽ പോയിട്ട് ചെക്ക് ചെയ്തു. ഇന്നലത്തെ മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് ഞാൻ ചെക്ക് ചെയ്തു. ലെഫ്റ്റ് സൈഡിലുണ്ടായിരുന്നു. വീട്ടിൽ പോയി നോക്കി, ഇപ്പൊ കാണുന്നില്ല. ഒന്ന് കൈകൾ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. I can see in your family, I can see Shaima. Who is that Shaima? Wife. Your wife. The Lord is visiting that person tonight. And again the Lord revealed the letter R. Ramachandra something. Who is that? My father. Jesus. Come on, prophesy. The Lord is going to visit them and deliver them completely. മെയ് എന്ന മാസം നീയുമായിട്ടുള്ള ബന്ധത്തിൽ സിഗ്നിഫിക്കൻ്റ് ആണ്. ഈ മെയ് മാസത്തിലാണ് നിന്നെയും ഞാൻ ദൈവം എനിക്ക് വെളിപ്പെടുത്തിയ ഷൈമയും ദൈവം യോജിപ്പിച്ച. ശരിയാണോ? വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻ്റ് ഇൻ മെയ്? May 1st, my wedding anniversary. കഴിഞ്ഞ അബുദാബിയിലെ പാസ്റ്ററുടെ മീറ്റിംഗിൽ പാസ്റ്റർ ഈ സിസ്റ്ററിനോട് പ്രൊഫസൈസ് ചെയ്ത് പറഞ്ഞിരുന്നു, സിസ്റ്ററിന് ഒരു ഭവനം ദൈവം നൽകുമെന്ന് തിരുവനന്തപുരത്ത്. അങ്ങനെ സിസ്റ്റർ ഇപ്പോൾ ആ വീടിന്റെ ഫൗണ്ടേഷൻ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. സന്തോഷമുള്ളവർ കഴിഞ്ഞു. വന്ന് കൈകളെ തട്ടി ദൈവത്തിന് നന്ദി പറയാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അങ്ങനെ നിങ്ങളോട് പ്രൊഫസ് ചെയ്തു, നിങ്ങൾക്കൊരു വീട് തരുവാൻ. അത് ഒരിക്കലും എന്റെ ജീവിതത്തിൽ പ്രതീക്ഷിതല്ല ഒരു വീട് വയ്ക്കും. ദൈവത്തിന്റെ ആത്മാവ് ഒരു ആലോചന തന്നാൽ നമ്മൾ പ്രതീക്ഷിക്കാത്തതാണ് നടക്കുന്നത്. You are the newcomer, right? First time you are attending? Huh? Yes, first time. First time? You can see the Pathanamthitta. And the letter is Susan. She's praying. Where is your house? Pathanamthitta. Your house is Pathanamthitta. What's your mother name? Susan ma'am. സിസ്റ്ററിന്റെ കൈ മടക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു. പക്ഷെ ഇപ്പോൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഫിംഗർ മടക്കത്തില്ലായിരുന്നോ? എനിക്ക് കഴിഞ്ഞ ഒരു കുറെ നാളായിട്ട് കൈ ഡ്യൂട്ടി ചെയ്യുമ്പോഴൊക്കെ മടക്കാൻ വയ്യ, ഷോൾഡറിന് പെയിന്, കൈ രാവിലെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ എന്റെ കൈ സൂപ്പർ നല്ല രീതിയിൽ മടക്കാൻ പറ്റുന്നുണ്ട്. രണ്ട് കൈയും നല്ല രീതിയിൽ ഹീലായി. എന്റെ ഹസ്ബൻഡ് നേരത്തെ എങ്ങനെ പെയിൻ ഉണ്ടായിരുന്നോ? നേരത്തെ എപ്പോഴും പെയിൻ ഇങ്ങനെ മടക്കുമ്പോ എനിക്ക് മടക്കാൻ പറ്റത്തില്ല, വേദനയുണ്ട് കൈ പോക്കുമ്പോ. അപ്പൊ എപ്പോഴും ഞാൻ ഹസ്ബൻഡിനോട് പറയാൻ കൈ മടക്കാൻ പറ്റുന്നില്ല, ഭയങ്കര വേദനയാണ്. രാത്രിയൊക്കെ ഇങ്ങനെ തൂക്കും, രാവിലെ എണീക്കുമ്പോൾ കുറച്ചു നേരം വെള്ളം കൈയൊക്കെ കഴുകി കഴിയുമ്പോൾ കുറേയൊക്കെ ഒരു മാറ്റം വരും. പക്ഷെ ഇപ്പൊ എനിക്ക് ശരിക്കും നല്ല രീതിയിൽ മടക്കാൻ പറ്റും. Congratulations.
You're from Sri Lanka, right? The Lord want to deliver your family. Amen. Who is Sudarshan? Who is Durshan? Brother. My brother. Prophesy. That name the Lord revealed me, Sudarshan. The Lord is touching his life today, especially his wife. They are the childless couple with 7 years. 7 varsham, 7 years. 7 years. They are childless couple. The Lord is visited them now. Amen. Again, the Lord revealed the letter J. John. Who is that? ജ്ഞാനസ്ഥാന പേര് ജോൺസ്. അവന്റെ ബാപ്റ്റിസം പേര് ജോൺ എന്നാ. ഓക്കെ. John. The Lord is visiting that person this night. I can see 1993. Who is born in 1993? Huh? My sister. Your sister. Yes. Okay. The Lord Jesus want to deliver her also this night. You are entered the family the Lord is visiting. Congratulations. നിങ്ങൾ ഇതിനു മുമ്പ് എന്നെ കാണുകയോ പരിചയപ്പെടുകയോ പ്രാർത്ഥിക്കുകയോ എല്ലാം ചെയ്തു? ഇല്ല. ദൈവിക ആലോചന റിയയുടെ മേളിൽ പറയാൻ കർത്താവ് പറയുന്നു. വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിലെ ആദ്യത്തെ പുസ്തകത്തിന്റെ പേരെന്താ? മാത്യു, മാർക്ക്, ലൂക്ക് ആൻഡ് നാലാമത്തെ പുസ്തകത്തിന്റെ പേരെന്താ? വാട്ട്സ് യുവർ ഫാദർ നെയിം? ജോൺ മാത്യു. The Lord Almighty is visiting your family this night. And He's going to change it all the situation. John Matthewന്റെ തലമുറകളെ ദൈവം ഓണർ ചെയ്യാൻ പോകുന്നു. സിസ്റ്ററുടെ പേര് ജീൻ എന്നാണ്. 7 വർഷക്കാലം കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെട്ടു. 7 വർഷക്കാലം പ്രാർത്ഥിച്ച് ദൈവം ഒരു കുഞ്ഞിനെ നൽകി. പക്ഷേ സിസ്റ്ററുടെ ജീവിതത്തിൽ DHA ലൈസൻസ് റിന്യൂ ചെയ്യാൻ 2 വർഷത്തെ ഹല്ലേലൂയ കാലയളവുള്ളവർക്ക് റിന്യൂ ചെയ്ത് കിട്ടത്തില്ല. മെറ്റേണിറ്റി ലീവ് ആയതുകൊണ്ട് 2 വർഷത്തിൽ കൂടുതൽ സിസ്റ്റർ ലീവ് എടുത്തു. പക്ഷേ 2025 നിയമത്തെ ദൈവം മാറ്റി. പ്രൈസ് ദി ലോർഡ്. 3 വർഷം ഗ്യാപ്പ് ഉള്ളവർക്ക് ലൈസൻസ് റിന്യൂ ചെയ്ത് കിട്ടുമെന്ന് പുതിയ നിയമത്തിന്റെ ബേസിൽ സിസ്റ്റർ ഈ പ്രാവശ്യം ആ ലൈസൻസ് റിന്യൂവലിന്റെ കാര്യങ്ങൾ സർവശക്തനായ ദൈവം ഒരുക്കി കൊടുത്തു. ഒന്ന് കൈകളടിച്ച് കർത്താവിന് നന്ദി.
கொடுத்து வாழ்க்கை மாறிவிடும். உன்னை பார்த்து நகைத்த உறவுகள் எல்லாம் மீண்டும் கூட வரும். நீ நீதியின் வாழ்க்கை வாழ்ந்தவன் என்று ஊரே பேர் சொல்லும். மனசே 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 ஓ சிவனமல்லா ஓ மனசே மனசே ஓ மனசே மனசே സ്തുതിക്കുകയോ. അവനെ ആരാധിക്കുന്ന എല്ലാവരുടെയും ആദരങ്ങൾ അത് പറയട്ടെ. നീ മാത്രമാരാധ്യനേ യേശുവാ, നീ മാത്രം സ്തുതിക്കുകയോ. നിന്റെ സിംഹാസനം എൻ സ്തുതിയാകയാ, ഞാനങ്ങെ സ്തുതിച്ചിടുന്നു. നിന്റെ സിംഹാസനം എൻ സ്തുതിയാകയാ, ഞാനങ്ങെ സ്തുതിച്ചിടുന്നു. നീ മാത്രം ആരാധ്യൻ, നീ മാത്രം ആരാധ്യനേ, ചേർന്ന് പറയുമോ? ഈ പട്ടണം കേൾക്കട്ടെ. നീ മാത്രം ആരാധ്യനേ, നീ മാത്രം സ്തുതിക്കൂ. രാജാതി രാജാവിന് സ്തുതികളുടെ സിംഹാസനം തീർക്കുന്നവർ, ഹല്ലേലൂയ ശബ്ദങ്ങൾ ഉയർത്തി എൻ സ്തുതിയാകയാ, ഞാനങ്ങെ സ്തുതിച്ചിടുന്നു. നിന്റെ സിംഹാസനം എൻ സ്തുതിയാകയാ, ഞാനങ്ങെ സ്തുതിച്ചിടുന്നു. എല്ലാ കരങ്ങളും ഉയർത്തി യേശുവേ, നിന്റെ സിംഹാസനം എൻ സ്തുതിയാകയാ, ഞാനങ്ങെ സ്തുതിച്ചിടുന്നു. ലോകെ ഞാൻ എന്നോട്ടം തികച്ചു, സ്വർഗകേ വിരുദിനായി പറന്നിടും ഞാൻ മരുരൂപമായി പരമേശ്വരാജൻ സന്നിധോ. പറന്നിടും ഞാൻ മരുരൂപമായി പരമേശ്വരാജൻ സന്നിധോ. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായ എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായ എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ.